എക്സസൈസുകൾ 21 മിനിറ്റ് കൊണ്ട് ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. മാത്രമല്ല, ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ നിൽക്കേണ്ട ഒരു സ്ഥലം മാത്രം മതി. നമുക്ക് കിടക്കേണ്ട ആവശ്യമില്ല, വേറെ ഒന്നുമില്ല. ഇത് നിൽക്കേണ്ട ഒരു സ്ഥലം മാത്രം മതി. ഇത് ഏത് പ്രായക്കാർക്കും, 6 വയസ്സുകാരനും 60 വയസ്സുകാരനും 80 വയസ്സുകാരനും ഒക്കെ ഈ എക്സസൈസ് ചെയ്യാൻ പറ്റും. അതാണ് മെക്സൈൻ എക്സസൈസിനെ പറ്റി സിമ്പിൾ ആയിട്ട് നമ്മൾ പറയാൻ പറ്റും. റിയാദിൽ സ്റ്റാർട്ട് ചെയ്തത് ജനുവരി 15, ഈ വർഷം 2021 ജനുവരി 15 സ്റ്റാർട്ട് ചെയ്ത് ഒരു 4 പേര് വെച്ചിട്ട് ഇവിടെ വലിയ സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ അത് ആളുകൾ ഇങ്ങനെ അറിഞ്ഞ് ആളുകളിലേക്ക് എത്തിച്ചേർത്തിട്ട് ആളുകൾ കൂടുതലായിട്ട് വരാൻ തുടങ്ങി. പലരും നാട്ടിലേക്ക് പോകുമ്പോൾ, നാട്ടിലിപ്പോൾ ഭയങ്കര ട്രെൻഡാണ്, അവനായിട്ട് നാട്ടിൽ വെക്കേഷൻ പോകുമ്പോൾ അവിടെ ഈ സാധനം ചെയ്യുന്നത് കണ്ട് അവിടെ ചേർന്ന് അവിടെ തിരിച്ചു വന്നിട്ട് ഏതായാലും ഭയങ്കരമായ പ്രചാരണം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് റിയാദിൽ ഏകദേശം 20 യൂണിറ്റ് ഇന്ന് ആയി കഴിഞ്ഞു. 20 യൂണിറ്റ് ഈ മലാദ് കൂടാതെ 20 സ്ഥലത്ത് ആയി കഴിഞ്ഞു. ഇന്നലത്തെ ഒരു കൗണ്ടർ ഉണ്ടായാലും 306 പേര് ഇന്നലെ റിയാദിൽ മാക്സിമം ചെയ്തു. ഓക്കെ, പല ആളുകളും വന്നും പോയിട്ടായിട്ട് 1500 പേരുണ്ട്. പക്ഷേ കാരണം പലരും ട്രാൻസ്ഫർ ആയിട്ടും പലരും അങ്ങനെ ഉണ്ടല്ലോ. പക്ഷേ ഇന്നലെ 306 പേര് ചെയ്തു. അപ്പോൾ ഈ രീതിയിൽ ഓരോ ദിവസവും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. നമ്മുടെ റിയാദിൽ ഏതൊക്കെ ഭാഗത്താണ് ഇതിന്റെ ഇവിടെ ഒന്ന് മലാസ് കിങ് അബ്ദുള്ള പാർക്ക്, പിന്നെ ഷുമൈസി, അതുപോലെ തന്നെ ബത്തയിൽ 3 സ്ഥലത്തുണ്ട്. ബത്ത റമദന്റെ അടുത്തുണ്ട്, അതുപോലെ ബത്ത മ്യൂസിയത്തിന്റെ അടുത്തുണ്ട്, ഷാറയിന്റെ അടുത്തുണ്ട്, അതുപോലെ സുലൈമാനി ഉണ്ട്, സുലൈണ്ട്, റൗലുണ്ട്, നസീം ഉണ്ട്, അതുപോലെ അസീസിയ ഉണ്ട്, അസീസിയ നെസ്റ്റോ ഉണ്ട്. ഇങ്ങനെ വ്യാപിച്ചിരിക്കുകയാണ്. പിന്നെ പല വില്ലകളിലും ഈ സാങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലേഡീസിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഷാര പർസക്കിൽ ലേഡീസിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഷുമൈസിലെ ലേഡീസിന് ഉണ്ട്. അതുപോലെ ലേഡീസിന്റെ ഇടയിലേക്ക് കൂടുതൽ ഇത് ഇറങ്ങേണ്ടതുണ്ട്. അവിടെ ലീഡ് ചെയ്യാൻ ആ ലേഡീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പല സ്ഥലത്തും ലേഡീസിന് വേണ്ടി നമ്മൾ യൂണിറ്റ് ആകാൻ തയ്യാറാണ്. ഇതിന്റെ ബെനിഫിറ്റ് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഫീഡ്ബാക്ക് എന്നാണ് നമ്മൾ ഇതിന്റെ ബെനിഫിറ്റിനെ കുറിച്ച് മനസ്സിലാകുന്നത്. കാരണം ഇത് ചെയ്ത ആളുകൾ ഇത് സ്റ്റാർട്ട് ചെയ്തത് 2012 മലപ്പുറം കുണ്ടോട്ടി തുറക്കൽ സ്വദേശി ക്യാപ്റ്റൻ സലാഹുദ്ദീൻ സാർ സ്റ്റാർട്ട് ചെയ്ത് 2012 അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത് അദ്ദേഹം ഒരു റിട്ടയർഡ് പാരാമിലിറ്ററി റിട്ടയർ ചെയ്തിട്ടുള്ള ഒരു ഓൾറെഡി ഒരു ക്യാപ്റ്റനാണ്. അദ്ദേഹത്തിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 10 വർഷക്കാലം അദ്ദേഹം വേണ്ടി ചെയ്ത് അതിനുവേണ്ടി ഗവേഷണങ്ങൾ നടത്തി 2022 ഒരു പാക്കേജ് ആയിട്ട് അദ്ദേഹം ചെയ്ത് ഇത് ആ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ തുടങ്ങിയപ്പോൾ കൂടുതൽ ഫീഡ്ബാക്കിൽ വന്നു തുടങ്ങി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ആളുകളുടെയും പ്രമേഹം കുറഞ്ഞു, പല ആളുടെയും കൊളസ്ട്രോൾ കുറഞ്ഞു, പല ആളുകളുടെയും പിന്നെ കാൽമുട്ട് വേദന പോയി, കൈമുട്ട് വേദന പോയി, ഊരവേദന പോയി, ഇങ്ങനെ പ്രഷർ പോയി, ഇങ്ങനെ പല ജാതി ഫീഡ്ബാക്കുകളും വന്നു. അതുപോലെ പല ആളുകളും കാഴ്ച ശക്തി കൂടി. അതൊന്നും വിശ്വസിക്കില്ല, കാഴ്ചശക്തി കൂടി എന്നാണ് വിശ്വസിക്കില്ല. അപ്പൊ എനിക്ക് തന്നെ എന്റെ കണ്ണിന് പവർ കൂടി. നമ്മൾ മൊബൈലൊക്കെ കാണുന്നുണ്ടെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസിൽ പിടിക്കേണ്ടി വരും, ടെക്സ്റ്റിൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഇഷ്യൂ ഇല്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർക്കും ഇവിടെ ഒരാളെ സംബന്ധിച്ച് രാത്രി കണ്ണടല്ലാതെ അദ്ദേഹത്തിന് വണ്ടി ഓടിക്കാൻ പറ്റില്ല, കോയ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കണ്ണട ഉപയോഗിക്കുന്നില്ല. ഇങ്ങനെ എല്ലാം കൊണ്ടും A to Z ആളുകൾക്ക് ഇതിന്റെ അഡ്വാൻറ്റേജ്. കസാലയിൽ നിസ്കരിച്ചിരുന്ന ആളുകൾ പലരും കസാല ഒഴിവാക്കി നിസ്കരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ വന്നു. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണെങ്കിൽ രാവിലെ ഒരുപാട് പേരെ കാണും. എല്ലാ ദിവസവും രാവിലെ 5:35 5:30 നിങ്ങളോട് വന്നു കഴിഞ്ഞാൽ ഒരു 1-2 പേരെ കാണും. 5:35 സാധനം സ്റ്റാർട്ട് ഉണ്ടാവും. ഇതുപോലെ 60, 70, 80 പേരുണ്ടാവും. അപ്പോൾ ആളുകളുടെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് ഒരു ഡിസിപ്ലിൻ ഉണ്ടാവുകയാണ്. രാവിലെ വരികയാണ് ഈ പ്രകൃതിയിലെ രാവിലത്തെ പ്രകൃതിയിൽ ഈ ഒരു സൂര്യൻ ഉദിക്കുന്ന സമയത്ത് നമ്മൾ പ്രകൃതിയിലാണ്. അപ്പോൾ ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഗുണങ്ങൾ ഇതുകൊണ്ട്. സൂര്യൻ ഉദിക്കുന്ന മുന്നേ ആയിട്ട് നമ്മൾ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ചെയ്തുകൊണ്ടിരിക്കും. എന്റെ പേര് അബ്ദുൽ ഷുക്കൂർ പൂക്കൈ. ഞാൻ മലപ്പുറം ജില്ല വേങ്ങര വലിയ പ്രദേശം ആദ്യമായിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് ഞാനാണ്. എന്റെ നാട്ടിൽ ഞാൻ ചെന്നപ്പോൾ ഡിസംബറിൽ വന്നപ്പോൾ എന്റെ നാട്ടിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ അതിൽ ഇൻസ്പയർ ആയി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് അതിരുകളില്ല, ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, അതുപോലെ ഫീസില്ല, വളരെ സിമ്പിളാണ്, വളരെ എഫക്റ്റീവാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇത് റിയാദിൽ അഡോപ്റ്റ് ചെയ്യാൻ തോന്നി. അങ്ങനെ അവിടെ തന്നെ ആ ഒരു ആഴ്ച തന്നെ ഞാൻ ക്യാബിനറ്റ് പോയിട്ട് ഇതിന്റെ ട്രെയിനേഴ്സ് ഓഫ് ട്രെയിനിങ് എടുത്തിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്തു. എന്റെ പേര് സ്റ്റാൻലിയാണ്. ഞാൻ കോഴിക്കോട് ജില്ലയിലെ മൈക്കാവണ പ്രദേശം. ഇന്ന് സൗദി അറേബ്യ കണി കണ്ടുകൊണ്ടിരുന്ന ഒരു നന്മയായിട്ട് മാക്സിമം മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും പ്രവാസ ലോകത്തിന് വളരെയധികം ജീവിതശൈലി രോഗങ്ങൾ നമുക്കറിയാം, പ്രവാസികളിൽ നിന്ന് ഓരോ നിമിഷവും മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെയുള്ള ആ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നെല്ലാം വ്യക്തമാക്കിക്കൊണ്ട് സൗദി അറേബ്യയിലെ റിയാദിന്റെ മണ്ണിൽ ഏകദേശം ഇത്രമാത്രം ആളുകൾ ഇന്ന് രാവിലെ തന്നെ ഇത്രമാത്രം ആളുകൾ വന്നു ചേരുന്നുണ്ടെങ്കിൽ അത് മാക്സിമന്റെ മാജിക്കാണ്. സോ ബിഗ് സല്യൂട്ട് ടു അവർ ഫൗണ്ടർ സലാഹുദ്ദീൻ സാർ ആൻഡ് അർക്കൽ ബാബ. സോ തീർച്ചയായിട്ടും ബിഗ് ഓക്കെ. സോ തീർച്ചയായിട്ടും ഇന്നിവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും തന്നെ ഈ ഒരു നന്മ പകർന്നു നൽകാൻ റിയാദിന്റെ ഇനിയും വരുന്ന യൂണിറ്റുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാം എല്ലാ മെമ്പേഴ്സും വളരെയധികം ശക്തമായി മുന്നോട്ട് വരികയാണ്. സോ നിങ്ങളുടെ എല്ലാ സപ്പോർട്ട്, ഈ മീഡിയ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. കാരണം ഇതുപോലെ തന്നെ ലേഡീസിന് വേണ്ടി ഞങ്ങൾ വിങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. സൗദി അറേബ്യ മണ്ണിൽ ഇന്ന് നമുക്കറിയാം മുസാമി എന്ന സ്ഥലം, അവിടെ ഏകദേശം 12 മണി രാത്രി 12 മണിക്ക് തുടങ്ങി 12:30 വരെയാണ് അവർ ചെയ്യുന്നത്. കാരണം എല്ലാ ബിസിനസ്സുകാരായതുകൊണ്ട് അവർക്ക് സമയമില്ലാത്തതുകൊണ്ട് അങ്ങനെ സൗദി അറേബ്യ കണി കണ്ട് ഉണരുന്ന ഒരു നന്മയായിട്ട് മാക്സിമം മാറി കഴിഞ്ഞു. ഈ ഒരു മാജിക്കിന്റെ മന്ത്രം എല്ലാവർക്കും എത്തട്ടെ. കർണാടകയാണ് നമ്മളെ കേരളത്തിൽ മലപ്പുറത്ത് നിന്നും തുടക്കം കുറിച്ച് സലാഹുദ്ദീൻ സാർ തുടക്കം കുറിച്ച് ഇന്ന് ലോകത്തിന്റെ പല ഭാഗത്തും വളർന്ന് പന്തുരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഇന്ന് ഇവിടെ തന്നെ റിയാദിൽ തന്നെ 8-9 യൂണിറ്റുകൾ ചുരുക്കം നാൾ കൊണ്ട് 8 മാസം കൊണ്ട് റിയാദിന്റെ പല ഭാഗത്തും പിന്നെ 9 യൂണിറ്റുകളോളം ഇപ്പം രൂപീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ വെള്ളിയും ശനിയും ഇവിടെ റിയാദിന്റെ ഹെഡായ മനാസിൽ ഒത്തുകൂടി ഇത് തന്നെ എത്രയോ ആൾക്കാർ 95 ആൾക്കാരാണ് രാവിലെ തന്നെ അവിടെ ഉണ്ട്. ഇതൊക്കെ കാണുന്നത് വളരെ സന്തോഷമാണ്. കാരണമായിട്ടാണ് ഭയങ്കരമായിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഉന്മേഷം. മൊത്തത്തിൽ ഇത് ചെയ്യുന്ന നമ്മുടെ നാട്ടിലൊക്കെ ഒത്തിരി പേർക്ക് ഇരുന്ന് നമ്മളെ കസാലയിലൊക്കെ ഇരുന്ന് നിസ്കരിക്കുന്ന ആളുകളൊക്കെ കസാര മാറ്റി. നമ്മളെ ചെമ്മാട് ഉള്ള ഒരാൾ അത്ഭുതം പറഞ്ഞു. അയാളെ വീട്ടുകാര് അയാൾക്ക് തീരെ ബാത്റൂമിൽ ഇരിക്കാനും നിസ്കരിക്കാനും പറ്റിയിരുന്നില്ല. പിന്നെ അയാൾ ഇവിടെ മാക്സിമം ചെമ്മാട് വന്ന് തുടങ്ങിയതിന് ശേഷം എല്ലാം സ്വയം മാറി. എന്നിട്ട് അങ്ങനെ വീട്ടുകാർ വന്ന് നോക്കി നമ്മളധികം മരുന്ന് കൊടുക്കുന്ന ഡൗട്ടിന് അത്രയും അത്ഭുതമായിരുന്നു. ഭയങ്കര ഒരു എൻ്റെ പേര് അബ്ദു, പരപ്പനങ്ങാടിയാണ്. ഞങ്ങൾ പരപ്പനങ്ങാടി നവംബറിൽ സ്റ്റാർട്ട് ചെയ്തു. അതിന് ശേഷം ജനുവരിയിൽ ഇവിടെ വന്നു. ഞാനും ഷുക്കൂർബായും ഒരു 3-4 പേരും കൂടെ ഇവിടെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അൽഹംദുലില്ലാ
ഇപ്പോൾ 25 വയസ്സിലേക്ക് ഞങ്ങൾ മാറിക്കഴിഞ്ഞു. എൻ്റെ പേര് കോയ. ഞാൻ ഒരു 6-7 മാസം ഏപ്രിൽ 20 തുടങ്ങിയതാണ്. ഞാൻ ഈ മെക്സോണിൽ വന്നതിന് മുമ്പ് കന്നഡ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മസാജിങ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കണ്ണിന് കാഴ്ച കന്നഡ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുന്നുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും വലിയ. പിന്നെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നല്ലൊരു എനർജിയാണ്. വൈകിട്ട് വരെ നല്ല മൂടാണ്. എൻ്റെ പേര് പി ടി കൊടുവള്ളി. ഞാൻ ഇവിടെ വന്നിട്ട് 3-4 മാസത്തോളം ഇതിൻ്റെ ജോയിൻ ചെയ്തിട്ട്. പിന്നെ ഞാനൊരു ഷുഗർ പേഷ്യൻ്റാണ്. അപ്പോൾ ഞാൻ സാധാരണ ടാബ്ലറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് ഇതിൽ ജോയിൻ ചെയ്തതിന് ശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ, ഷുഗർ കുറയുകയും പിന്നെ ടാബ്ലറ്റ്സ് ഒഴിവാക്കാൻ കഴിഞ്ഞു. പിന്നെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ രാത്രി ഉറങ്ങാൻ പറ്റില്ലായിരുന്നു. കാരണം ഉറങ്ങാൻ ലേറ്റ് ആവും ഉണ്ട്, പക്ഷേ ഇത് ഓട്ടോമാറ്റിക് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. 5 മണിക്ക് തന്നെ അലാറം അത് ഉണരാൻ കഴിയുന്നുണ്ട്. കുറ്റിയാടി ഇതിൽ റിയാദിൽ സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ ഇതിലുണ്ട്. ഓക്കെ, ശാരീരികമായി മാനസികമായി നല്ല വ്യത്യാസമുണ്ട്. പിന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് മാറ്റങ്ങൾ, ഞാൻ 3rd ഫ്ലോറിൽ താമസിക്കുന്ന ഒരാളാണ്. എനിക്ക് ആ സ്റ്റെപ്പ് ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നതിന് ഭയങ്കര പ്രയാസം അനുഭവിച്ചിരുന്നു. ഇപ്പോൾ എനിക്കത് പ്രശ്നമല്ല. സ്റ്റെപ്പ് കയറാനായിട്ട് വളരെ ഈസി ആയിട്ട് കയറി പോകാൻ പറ്റും. പിന്നെ എനിക്ക് ഞാൻ പൈൽസിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നാട്ടിൽ പോകുന്ന വിചാരിച്ച ആളാണ്. എനിക്കിപ്പോൾ ആ പ്രശ്നമില്ല. ഓൾമോസ്റ്റ് ഒരു 80% ക്ലിയർ ആയിട്ടുണ്ട്. 85%. കൊടുവള്ളി വളരെ എനർജിയാണ്. കാലത്ത് തന്നെ എത്തിപ്പെടാൻ എല്ലാവരെയും കാണാൻ വളരെ സന്തോഷം. ഞാൻ ഇതിൽ വന്നിട്ട് 3 മാസമായി. ഇപ്പോൾ 3 വർഷം മുമ്പ് ഷുഗർ ചെക്ക് ചെയ്തപ്പോൾ 100ന്റെ മുകളിലുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ചെക്ക് ചെയ്തപ്പോൾ 87 മാത്രമേ ഉള്ളൂ. അതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ തെൻകാശി, ഫസ്റ്റ് മലയാളം അറിയാം. തമിഴ് ആൾക്കാർ 10-20 പേര് വന്നിട്ടുണ്ട്. ഇപ്പം അബ്ദുൾ റഹ്മാൻ തെൻകാശി. തമിഴ് ആൾക്കാർ 10-20 പേര് വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ വന്നത് മെയിൻ സമയത്തിന് എണിക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ വരണവർക്ക് ദിവസം വരണം, ഓഫ് ചെയ്യാൻ പാടില്ല. ഒരു ദിവസം കൂടെ ആബ്സെന്റ് അല്ലാതെ വരുവാണെങ്കിൽ വളരെ ഹാപ്പിയാണ്. പേര് അഗ്നാസ് എറണാകുളപ്പള്ളി. ഞാൻ നമ്മുടെ മെക്സോൺ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ക്യാപ്റ്റൻ ഷുക്കൂർബായുടെ വില്ലേജിൽ വെച്ചാണ്. 4 പേരിൽ നിന്ന് തുടങ്ങിയതാണ്. ഇപ്പം 350-400ഓളം ആൾക്കാർ നമ്മുടെ റിയാദിൽ മെക്സോൺ ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ നമുക്ക് നാട്ടിൽ എല്ലാം കൂടെ 600-ലധികം ബ്രാഞ്ചുകൾ ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് പ്രയോജനം, കണ്ണിൻ്റെ ആയാലും കണ്ണിന് കാഴ്ചശക്തി തിരിച്ചു കിട്ടുകയും വെരിക്കോസ് വെയിൻ്റെയും അങ്ങനെ ഒരുപാട് പേർക്ക്. പിന്നെ എന്ന് പറയുന്നത് കൃത്യനിഷ്ഠയാണ്. രാവിലെ 5:30 തുടങ്ങുമെന്ന് പറഞ്ഞാൽ നമ്മൾ 5:30 തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കും. मैं इंडिया हैदराबाद है। मेरा नाम मीरम जदली है। कितना दिन कब ज्वाइन किया? मैं यहाँ पे ट्यूसडे से ज्वाइन किया, कमिंग यानी लास्ट ट्यूसडे से ज्वाइन किया। अभी 4th डे है। ये क्या लग रहा है? अल्हम्दुलिल्लाह बहुत पहले मुझे सांस ज़्यादा आता था, लेकिन अभी जो है अल्हम्दुलिल्लाह सांस थोड़ा पहले से कम है। विदिन 4 days में। हाँ, पहले दिन एक्सरसाइज करने के बाद थोड़ा बॉडी पेन हुआ, लेकिन फिर अभी रिलैक्स। കുറച്ച് സ്ത്രീകൾ മെക്സോണിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരുടെ അടുത്ത് അവരുടെ അഭിപ്രായം ചോദിക്കാൻ നേരം നമുക്ക് അവരുടെ ഭാഗത്തോട്ട് പോകാം. മുനീറ. ജോയിൻ ചെയ്ത് എത്ര നാളായി? നമ്മള് നടക്കലേ ഉള്ളൂ. മാക്സിമം ഇങ്ങനെ തുടങ്ങണമെന്നുള്ള പരിപാടിയിലാണ്. പിന്നെ എന്താ പറയാ, എല്ലാവരും നല്ല രസമാണ്. ആഴ്ചയിൽ വെള്ളിയും ശനിയും നല്ലൊരു ഭയങ്കര സന്തോഷമാണ്. എല്ലാവരും കുറെ ഫ്രണ്ട്സിനെ കിട്ടി ആയാസം ഉണ്ടാവും മനസ്സ്.
ഒരു കൈ മേലോട്ട് താഴ്ത്തും. ഒരു കൈ മേലോട്ട് താഴ്ത്തും. ഒരു കൈ എനിക്ക് വശക്കുന്നു. എനിക്ക് വശക്കുന്നു. 1 2 3. സെയിം റിവേഴ്സ് ചെയ്യാം. ലെഫ്റ്റ് അടുത്തോട്ട് 1 2. കാരണം ബ്രെയിൻ മൾട്ടി ടാസ്ക് നമ്മളെ ഹാബിറ്റാക്കി കൊടുത്താൽ പിന്നെ എല്ലാ കാര്യത്തിനും എന്താവും ബ്രെയിൻ ആ പണിയെടുക്കും. കൈ ചേഞ്ച് ചെയ്യാം. 1 2 3. ഇതിങ്ങനെ കൈ ശരിയായ ആൾക്കാർ കൂടുതലാക്കാം. കൂടുതൽ ഓപ്പൺ 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 റിവേഴ്സ് 1 2 3 4 5 6 7 8 9. നെക്സ്റ്റ് ഒരു കൈ അങ്ങോട്ട് തിരിക്കുക, ഒരു കൈ അടുത്ത് കൊടുക്കുക. 1 2. എല്ലാവരും ശ്രദ്ധിക്കുക, ഒരേ സൈഡിലേക്കാണെന്ന് നോക്കുക. അതുപോലെ റിവേഴ്സ്